ഹലോ. ഹലോ. ആ ജമാലാണോ? അതെ, ജമാലാണ്. ആരാ? ഇത് പഞ്ചായത്തിൽ നിന്നാണ്. ആ, നിങ്ങൾ ഇതുവരെ നികുതി അടിച്ചില്ലല്ലോ. നികുതിയോ? എന്റെ നികുതി സെക്രട്ടറി ലീവാ, അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത്. സെക്രട്ടറിയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് വന്നാൽ നികുതി അടയ്ക്കാൻ പറ്റും. നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യമല്ല പറഞ്ഞത്, എന്റെ സെക്രട്ടറി ലീവാ, അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത്. അല്ല, നിങ്ങളാണോ നികുതി അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്രട്ടറി ആണോ നികുതി അടയ്ക്കേണ്ടത്? നികുതി അടയ്ക്കേണ്ടത് ഞാൻ തന്നെയാ, പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ ഒപ്പുവെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല. നിങ്ങൾ സെക്രട്ടറി ആരാ? എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ. ഓളിപ്പോ പ്രസവ അവധി പോയതാ. മാഡം വരാണ്ട് എനിക്ക് മാഡം വരികയും വേണം. പ്രസവാവധിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ടാ മാഡം വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങളെന്താ തമാശ പറയാ? ഇത് ഞങ്ങളുടെ ജോലിയായിട്ട് വിളിക്കുകയാണ്. ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത്. അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ? ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് 1500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് 100 വട്ടാണ് പഞ്ചായത്തിൽ വന്ന്. ആദ്യം വന്നപ്പോണ്ടല്ലോ നിങ്ങളെ 100 വട്ടാണ് പഞ്ചായത്തിൽ വന്ന്. ആദ്യം വന്നപ്പോണ്ടല്ലോ നിങ്ങളെ പഞ്ചായത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പല്ല് ഉന്തിയ ഒരു പെണ്ണാടെ കുത്തിരിക്കുന്നില്ലേ? എവിടെ ഫ്രണ്ട് ഓഫീസ്? ആടെ മുന്നിലേ എവിടെ? ഫ്രണ്ട് ഓഫീസിലോ? കയറി വരുന്നിടത്തില് ഫ്രണ്ട് ഓഫീസ് അല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകുക? ഫ്രണ്ട് ഓഫീസ്. ഓക്കെ. ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാം ഓള് വാങ്ങി വെച്ചിട്ട് 1500 ഉറുപ്പികയും ഓള് വാങ്ങി വെച്ചിട്ട് ഇപ്പൊ മാസം 1.5 മാസമായി. എപ്പോ ചെന്നാലും എന്തെന്നാ ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ്, അല്ലെങ്കിൽ പറയും ഓളെ പ്രസവത്തിന് പോയത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് 1.5-2 മാസമായി. ഇറച്ചിപ്പീടിയന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത് എത്ര ദിവസമായി എന്നറിയോ? ഇനി ഇപ്പോ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോ നമ്മളെ വേണമല്ലേ ഇങ്ങോട്ട് വിളിക്കുന്നത്? അല്ലേ? അങ്ങനെയല്ല. എന്താ അങ്ങനെയല്ലാന്ന്? മുഴുവൻ നികുതി തിരിച്ചെടുക്കണമെന്നാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അങ്ങനെ വരട്ടെ. ജനങ്ങളെ പിഴിയാൻ നിങ്ങൾക്ക് ഉത്തരവുണ്ട്. എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത്. അന്നേരാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾക്ക് സ്വീപ്പാക്കലില്ലേ? പറ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് നികുതി അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാ ഫൈൻ വരിക. എന്റെ ഫൈന് വരൂല്ലേ? എന്റെ മോളെ, എന്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പുരക്ക് എത്ര ഉറുപ്പിയാണ് നികുതി ഉള്ളത്?